വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ആദ്യം വീണ്ടും കർഷക ആത്മഹത്യയിലേക്ക് തന്നെയാണ്. വയനാട്ടിൽ കടബാധ്യതയെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്തു. ഇടവക സ്വദേശി കെ അനിലാണ് മരിച്ചത്. പാട്ടത്തിനെടുത്ത സ്ഥലത്ത് നടത്തിയ വാഴകൃഷി പൂർണ്ണമായും നശിച്ചതിന്റെ മനോവിഷമത്തിലായിരുന്നു അനിൽ. വിവിധ ബാങ്കുകളിൽ നിന്നായ 5.5 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. വിവരങ്ങളുമായി ഷിബു ചേരുന്നുണ്ട്. ഷിബു, ഒരു കർഷക ആത്മഹത്യ തുടർക്കഥയാവുകയാണ്. എപ്പോഴും ഒരു ഇടവേളയ്ക്ക് ശേഷം കൃത്യമായ ഒരു ഇടവേളകളിൽ എപ്പോഴും തന്നെ ഇത്തരത്തിലൊരു കർഷക ആത്മഹത്യയിൽ കേൾക്കുന്നു. എന്താണ് ഈ ഒരു സംഭവത്തിൽ? പാട്ടത്തിനെടുത്ത സ്ഥലത്തെ വാഴകൃഷി നശിച്ചതിന്റെ പേരിലാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ കർഷകർക്ക് ഒരു നിക്ഷേപവും ഇല്ലാതെ എപ്പോഴും ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്ത് തന്നെ കൃഷി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നതാണോ ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള കാരണമായി കാണപ്പെടുന്നത്? പലവിധ കാരണങ്ങളാണ് കർഷകർ പ്രതിസന്ധിയിലാവാൻ ഇപ്പോഴത്തെ കാരണം. ഒന്ന്, ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഏറ്റവും റെക്കോർഡ് വിലത്തകർച്ചയാണ് നേന്ത്രവാഴയ്ക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വയനാട് ജില്ലയിൽ ഇപ്പോൾ 15 രൂപയാണ് 1 കിലോ നേന്ത്രവാഴയ്ക്ക് ഉള്ളത്. അതായത് ഉൽപാദന ചെലവ് തന്നെ ഏകദേശം 28 രൂപ 30 രൂപയോളം കർഷകർക്ക് വരുന്നുണ്ട്. അതേ സമയത്ത് പകുതി വില മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നുള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ ഭൂമിയുടെ പാട്ടത്തുക വലിയ തോതിൽ വർദ്ധിച്ചു. മുൻപൊക്കെ കൂലി ഉണ്ടായിരുന്നത്, ആ കൂലി ചെലവ് വർദ്ധിച്ചു. രാസവളത്തിന്റെ സബ്സിഡി കുറഞ്ഞതോടുകൂടി രാസവളത്തിന്റെ വിലയും വർദ്ധിച്ചു. ഇങ്ങനെ വലിയ തോതിലുള്ള ഉൽപാദന ചെലവ് വന്നതോടുകൂടി കർഷകർ വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഈ സമയത്തൊക്കെയും 30 രൂപയിൽ കുറയാത്ത ഒരു തുക കിലോയ്ക്ക് നേന്ത്രവാഴയ്ക്ക് ലഭിച്ചിരുന്നെങ്കിൽ മാത്രമാണ് ഇവർക്ക് മുടക്ക് മുതൽ ലഭിക്കുക. അപ്പോൾ വായ്പയെടുത്ത കർഷകർ പലരും ഈ തുക തിരിച്ചടയ്ക്കുമ്പോഴേക്കും വില കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കൃഷി ചെയ്യുക. ഇത് കൂടാതെയാണ് പ്രകൃതിക്ഷോഭം ഉണ്ടാവുക. വയനാട് ജില്ലയിലെ കാലാവസ്ഥയനുസരിച്ച് നേന്ത്രവാഴ കൃഷി എപ്പോഴും നശിക്കുന്നത് വലിയ കാറ്റ് പിടിച്ചാണ്. കാറ്റിന് താങ്ങുകാലുകൾ കൊടുത്ത് നേന്ത്രവാഴയെ നിലനിർത്തുമെങ്കിലും വലിയ കാറ്റ് വരുമ്പോൾ ഇവ ഒന്നാകെ നിലംപൊത്തുന്ന ഒരു കാഴ്ചയാണുള്ളത്. അങ്ങനെ 4000-ഓളം വാഴയായിരുന്നു അനിലിൻ്റെത് കഴിഞ്ഞ സീസണിൽ നശിച്ചിരുന്നത്. ആ നഷ്ടം നിലനിൽക്കെയാണ് അനിൽ വീണ്ടും ഭൂമി പാട്ടത്തിനെടുത്ത് വായ്പയെടുത്ത് ഇപ്രാവശ്യമെങ്കിലും രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ നേന്ത്രവാഴ കൂടുതലായി കൃഷി ചെയ്തിരുന്നത്. അപ്പോഴാണ് ഇപ്പോഴത്തെ വില തകർച്ച വന്നിട്ടുള്ളത്. കഴിഞ്ഞ 2 ആഴ്ചയായാണ് ഈ സർവകാല റെക്കോർഡിലേക്ക് വില തകർച്ച എത്തിയത്. ഇതോടുകൂടി വാഴകൃഷിക്കാരാകെ വയനാട്ടിൽ വലിയ നിരാശയിലാണുള്ളത്. ഈ മാനസിക വിഷമമാകാം ഇദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത്. ഇദ്ദേഹം വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഉള്ള ആളല്ല. മറ്റു ജോലികളൊന്നും ഇദ്ദേഹത്തിന് ഇല്ല. കൃഷിയിൽ നിന്ന് മാത്രമുള്ള വരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. പിതാവിന്റെ പേരിലും 3 ബാങ്കുകളിലായി വലിയ കടബാധ്യതയുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരിൽ 5.5 ലക്ഷം രൂപയുടെയും കടബാധ്യതയുണ്ട്. ഇവ താങ്ങാനാകാതെ, തിരിച്ചടയ്ക്കാനാകാതെ ബുദ്ധിമുട്ടിലാകുന്ന ഒരു വന്നപ്പോഴാണ് സകല പ്രതീക്ഷയും നശിച്ചതോടു കൂടിയാണ് ഇദ്ദേഹം ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിന് ഇനി മുൻപോട്ട് ജീവിക്കാൻ ഒരു പ്രതീക്ഷ നൽകുന്ന ഒന്നും ഇല്ലാതെ വന്നതോടെയാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് എന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഇപ്പോൾ പറയുന്നത്. ഇത് വലിയൊരു സൂചനയാണ് നൽകുന്നത്. വയനാട് ജില്ലയിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കാപ്പിക്കും കുരുമുളകിനും വലിയ പ്രശ്നമുണ്ട്. കുരുമുളകിന് വില തകർച്ച നേരിടുന്നുണ്ട് ഒരു ഭാഗത്ത്. കാപ്പിക്ക് മാത്രമാണ് അത്യാവശ്യം വില ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വിളവെടുപ്പ് സീസൺ ആയതിനാൽ രൂക്ഷമായ വന്യമൃഗശല്യം, കടുവയുടെയും പുലിയുടെയും വന്യമൃഗശല്യം ഉള്ളതിനാൽ തോട്ടങ്ങളിൽ കാപ്പി പറിക്കാൻ തൊഴിലാളികളെ കിട്ടുന്നില്ല. അതേസമയം അസമയത്ത് മഴ പെയ്യുന്നതിനാൽ കാപ്പി പൂർണ്ണമായും പഴുക്കാതെ തന്നെ കറുപ്പ് ബാധിച്ച് പൊഴിയുന്ന ഒരു അവസ്ഥയുമുണ്ട്. ഇങ്ങനെ സകലവിധ പ്രതിസന്ധികളും കൂട്ടത്തോടെ വന്ന ഒരു കാലഘട്ടമാണ് വയനാട്ടിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ആത്മഹത്യയിൽ സർക്കാർ ഇടപെട്ട് അടിയന്തരമായി തന്നെ ഇത് തടഞ്ഞില്ല എങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് വയനാട് നീങ്ങുമെന്ന ഒരു ദുസ്സൂചനയാണ് ഇന്ന് ഈ അനിലിന്റെ മരണം കാണിക്കുന്നത്. വിദ്യ. ശരി ഷിബു, പാട്ടത്തിനടുത്ത സ്ഥലത്ത് നടത്തിയ വാഴകൃഷി പൂർണ്ണമായും നശിച്ചതിന്റെ മനോവിഷമത്തിലാണ് അനിൽ ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക വിവരം. വിവിധ ബാങ്കുകളിലായി 5.5 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. വിവരങ്ങൾ നൽകിയത് ഷിബു.